എന്താണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറേ നാളത്തെ ആഗ്രഹമാണ് ഒന്ന് ഉണ്ണിക്കണ്ണനെ കാണാൻ പോകണമെന്നുള്ളത്. അങ്ങനെ പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു ഇന്ന് പോകാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ രാത്രിയാട്ടോ പോകുന്നത്. അപ്പോൾ വേഗമൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാനും ഏട്ടനും മക്കളും പിന്നെ നാത്തൂനും അവളുടെ 2 മക്കളും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോണത്. അപ്പോൾ കാറിലേക്ക് കയറി രാത്രി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഒന്നും കിട്ടുന്നില്ല. കുറേ രൂപകൾ മാത്രമേ കാണാനുള്ളൂ. അപ്പം എന്നാൽ പിന്നെ കുറച്ച് റോഡിലേക്ക് എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ എടുത്തു. പിന്നെ ഹൈവേക്ക് എത്തിയപ്പോൾ കുറച്ച് വെളിച്ചം കിട്ടിയപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഓണാക്കി കേട്ടോ. അങ്ങനെ കുറച്ച് ഗോഷ്ഠികളെ കാട്ടി ഞങ്ങളങ്ങനെ യാത്ര തുടർന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാത്രി പോകാൻ. പുതിയ നമ്മളെ റോട്ടിലൂടെ ഹൈവേയിലൂടെ പോകുമ്പോൾ നല്ലൊരു എന്താ പറയുക ഫീൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഉണ്ണിക്കണ്ണനെ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. എനിക്കന്ന് അവിടെ എത്തിയാൽ മതി എന്നായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു അരമണിക്കൂർ റണ്ണിങ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ റൂം കിട്ടാനൊക്കെ നല്ല പണി വിട്ടു കേട്ടോ. അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു ഹോട്ടലിൽ നിന്നും റൂം കിട്ടിയില്ല. പിന്നെ അങ്ങനെ അന്വേഷിച്ച് ലാസ്റ്റ് റൂം കിട്ടി. കുഴപ്പമില്ല കേട്ടോ. എന്താ പറയുക, കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. നോൺ AC റൂം തന്നെ എടുത്തത് കേട്ടോ. നമ്മൾ 3:30 ആകുമ്പോഴേക്ക് പോകണം. അപ്പോൾ ഒന്ന് മയങ്ങാൻ വേണ്ടിയിട്ടാണ്. ആകെ 2 മണിക്കൂറത്തെ മയക്കേ കിട്ടിയുള്ളൂ ഞങ്ങൾക്ക്. പിന്നെ 3:30 ആയപ്പോൾ ഞാൻ നീറ്റ് വേഗം കുളിയൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് നല്ല ഉറക്കാട് ഓരോരുത്തരെയായി കുത്തി എണീപ്പിച്ചു. അപ്പോൾ ഞാനും ഒരുങ്ങുന്നൊന്നും എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ എടുക്കാൻ. അപ്പോൾ പിന്നെ ഓൾ മേക്കപ്പ് ചെയ്യാൻ എടുക്കാൻ വെച്ചിട്ട് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എൻ്റെ മുഖമൊന്ന് നോക്കി ക്യാമറയിൽ എന്തൊക്കെയോ ഒരു ഭഗത കുഴപ്പമില്ല, അതൊക്കെ മതിയെന്നേ. അങ്ങനെ പിന്നെ മാറ്റി ഓരോരുത്തരെ കൊണ്ട് റാമ്പൊക്കെ ചെയ്യിച്ചു. ഇതെന്തൊക്കെയായിരുന്നു ഷൈനപ്പേഷൻ ചെയ്യുന്നത്, അമ്പലത്തിൽ ചെയ്യേണ്ടതൊക്കെ അവൻ ഇവിടെ നിന്നേ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ അവരോടൊക്കെ ഓരോ കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ വീഡിയോ ഒന്ന് എടുക്കടാ, എങ്ങനെ എൻ്റെ ഡ്രസ്സ് എന്ന് അറിയാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവനത് എടുത്തെന്നാ കേട്ടോ. വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ആരും റോട്ടിലൊന്നും വലിയ ആളെ കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചു തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ഒരു അബദ്ധമായിരുന്നു മക്കളെ അത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്ക് പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ നല്ല തിരക്കുണ്ട്. പിന്നെ അയ്യപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പടിപൂജ കഴിയാത്തതുകൊണ്ട് തന്നെ അയ്യപ്പന്മാരെപ്പോഴും കെട്ടിത്തറച്ച് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്നൊക്കെ ഫോൺ നമ്മളവിടെ പുറത്ത് വെക്കണ്ടല്ലോ. അങ്ങനെ അവിടെ കൊണ്ടുവച്ചു. പിന്നെ ഞങ്ങളിത് ഇറങ്ങിയിട്ടുള്ള വീഡിയോ കേട്ടോ. പിന്നെ തൊഴുതു. ഞങ്ങൾ ക്യൂവിലൊന്നും നിന്നില്ല, മക്കളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പോഴേക്കും എൻ്റെ വലിയ പുത്രന് വയ്യാണ്ടായി. അവൻ്റെ ചുമ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് പിന്നെ രാവിലെ തണുപ്പും കാറ്റൊക്കെ അടിച്ചപ്പോൾ ഒരു കാലി ചായ കുടിക്കാൻ വിചാരിച്ച് ഹോട്ടലിൽ കയറിയിട്ട് ആ നേരത്തെ ഫുഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ ചായ കുടിച്ചു. അവിടുന്ന് ഞാൻ പിന്നെ വേഗം അവിടുന്ന് അവനെയും കൊണ്ട് റൂമിലേക്ക് പോന്നു. റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങനെ കുടിച്ച് ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ ഒന്ന് പുറത്തത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ ഇതാണ് കേട്ടോ റൂം. ഹോട്ടലിൻ്റെ പേരതാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ പ്രസാദം വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. നേരം വെളുത്തതിന് ശേഷം ഒരു 9:30 ആകുമ്പോഴാണ് പായസം കഴിപ്പിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസാദം അപ്പോഴേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത്